2018 പ്രളയബാധിതരെ സഹായിക്കാൻ എറണാകുളം പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതരെ സഹായിക്കാൻ വി.ഡി. സതീശൻ ആവിഷ്കരിച്ച പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ആ വിദേശ നാണ്യം സ്വീകരിച്ചത് ചട്ടവിരുദ്ധമായാണ് എന്ന പരാതിയിൽ ഇപ്പോൾ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. CBI അന്വേഷണത്തിന്മേൽ ഈ ആവശ്യത്തിന്മേൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ യോഗവും ഒക്കെ എന്തു തീരുമാനമെടുക്കാൻ പോകും എന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇന്നോ നാളെയോ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കാം. വി.ഡി. സതീശൻ പറയുന്നത് CBI അന്വേഷണം നടക്കട്ടെ, താൻ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായ കാര്യവുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോഴാണ് ഈ നിലയിലുള്ള നീക്കം. ഒരു 11 മാസം മുമ്പാണ് വിജിലൻസ് ഈ ശുപാർശ നൽകിയിരുന്നത്. അതിലാണ് ഇപ്പോൾ 11 മാസത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ ഈ റിപ്പോർട്ട് തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഇതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പ് നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഈ ക്യാമ്പിലെ പ്രധാന ചർച്ചാ വിഷയം. അവിടെ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ കേസിനെ നേരിടാൻ പോകുന്നത്? ദിലീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച ഈ നടപടി, സ്വീകരിക്കാൻ പോകുന്ന നടപടി, CBI അന്വേഷണം എന്ന നടപടി രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുള്ള ഒരു കാര്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ വിലയിരുത്തുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഈ സപ്തയിൽ നടക്കുന്ന ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമിറ്റിന് ശേഷം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇറങ്ങാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായ തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയെ മറികടക്കാനായി സർക്കാർ കണ്ടെത്തിയ ഒരു ഉപായം എന്ന നിലയ്ക്കാണ് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണ ശുപാർശയെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് ഇതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ് തങ്ങളുടെ ദൗത്യം, അതായിരിക്കും തങ്ങളുടെ ദൗത്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവും താനങ്ങ് പേടിച്ചുപോയി എന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തവരോട് പറയണം എന്ന പരിഹാസം കലർന്ന പ്രതികരണമാണ് നടത്തിയത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയത്. അത് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് താൻ പറയുന്നത് ഉചിതമല്ല, അതുകൊണ്ട് മാത്രം താൻ പറയുന്നില്ല. ഒരു കൊല്ലം മുമ്പ് നൽകിയ ഈ ശുപാർശയ്ക്ക് ശേഷം പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി നടന്നിട്ടുണ്ട്, അതുകൂടി നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ശക്തമായ പ്രചരണ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളുടെ ആസൂത്രണം ഉണ്ടാകും. ഒപ്പം സംഘടനാപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമുണ്ടാകും. 20-നകം 1-ാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. പിന്നെ UDFന്റെ പ്രചരണ ജാഥ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ തീരുമാനിക്കും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തുന്ന വലിയ പ്രചരണ പരിപാടികളെക്കുറിച്ചും കോൺഗ്രസ് ഇവിടെ ആലോചിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.